ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർത്തണമേ. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നു, ദൈവസ്നേഹത്തിൻ്റെ അഗാധങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു രഹസ്യമാണ് വിശുദ്ധ കുർബാന എന്ന്. സർവശക്തനായ ദൈവത്തിന് മക്കളായ നമ്മളോടുള്ള വലിയ സ്നേഹത്തിൻ്റെ അനന്തരഫലമാണ് ഇന്ന് നമുക്കായി ബലിവേദിയിൽ തിരുവോസ്തിയും തിരുരക്തവുമായി അണയുന്ന ദിവ്യകാരുണ്യ ഈശോ. ഈ സ്നേഹത്തെ അനുദിനം അനുഭവിക്കുന്ന ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്നത് നീർച്ചാലിനരികിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ പടർന്ന് പന്തലിക്കുന്നത് പോലെ വ്യക്തമാണ്. ബലിപീഠത്തോടും സക്രാരിയോടും ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അനുദിനവും ദിവ്യബലിക്കായി അൾത്താര ഒരുക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥനോടുള്ള ഭക്തിയും സ്നേഹവും ഈ ഹൃദയത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് ജീവിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആത്മീയവും ഭൗതികവുമായ നിരവധി അനുഗ്രഹങ്ങളാണ് നല്ല നാഥൻ ഇന്നും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ഈ അനുഭവത്തിലേക്ക് കടന്നുവന്ന ജീവിതകഥ ഇദ്ദേഹം നമുക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നു. സ്നേഹമുള്ളവരെ, 2010 ഈ വീട് പണി ആരംഭിക്കുന്നത്. ഒരു പുതിയ വീട് പണി നടക്കുന്നത്. അതിനു മുൻപ് അതുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഒരു സംഭവമാണ്. കാഞ്ഞാണി വാടാനപ്പള്ളി റോഡ് വികസനം വരുന്നു എന്ന് കേൾക്കുന്നുണ്ടായി. എൻ്റെ വീടാണെങ്കിൽ റോഡിന് തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റോഡ് വീതി കൂട്ടുമ്പോൾ എൻ്റെ വീടിൻ്റെ മുൻഭാഗം ഒരു ഭാഗം എന്തായാലും പോകും. പ്രത്യേകിച്ച് ആ ഫ്രണ്ട് പോർഷൻ നന്നായിട്ട് നഷ്ടപ്പെടും. മാത്രമല്ല, ഒരു പുതിയ വീട് പണിയുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയ ഭാരം. ഈ സാമ്പത്തിക ഭാരം എങ്ങനെ ഞാൻ കൈകാര്യം ചെയ്യുമെന്നുള്ള മനസ്സിൻ്റെ അസ്വസ്ഥതയും വിഷമമൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്ത് ചെന്ന് ഈ അവസ്ഥകളെല്ലാം കർത്താവിന് മുമ്പിൽ ഞാൻ നിരത്തി വെച്ചു. എൻ്റെ ഈശോയെ, ഒരു വീട് പണിയുക എന്ന് പറയുന്ന എത്ര വലിയ ഭാരമാണ്. മുന്നോട്ട് പോകാൻ, സ്വന്തം ജീവിതം തന്നെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട്. അതിനിടയിൽ ഒരു വീട് പണിയുക എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് അസാധ്യമാണ്. അപ്പോൾ കർത്താവ് എന്നോട് ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഇങ്ങനെയാണ് പറഞ്ഞത്: നിൻ്റെ വീട് പണിയുടെ സമയമായി, നീ അതിനു വേണ്ടി ഒരുങ്ങുക. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ അവിടെ നിന്ന് ദിവ്യകാരുണ്യത്തിൽ നിന്ന് തിരിച്ചു വന്നു. കുറേ നേരം സ്വസ്ഥമായിരുന്നു, പ്രാർത്ഥിച്ചു. അതിനുശേഷം വികാരിച്ചനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, കർത്താവാണ് ഇത് പറഞ്ഞതെങ്കിൽ നീ ഒന്നും പേടിക്കണ്ട, നിൻ്റെ വീട് പണി പരിപൂർണമായി നന്നായി തന്നെ നടക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി.
അച്ഛനൊരു ശക്തി, ഒരു പ്രോത്സാഹനം എനിക്ക് തന്നല്ലോ, എനിക്ക് ഭയങ്കര വിശ്വാസമായി. അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു, നീ പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുക, കർത്താവ് പറഞ്ഞിട്ട് നടക്കുക തന്നെ ചെയ്യും. എന്നെ പ്രിയമുള്ളവരെ, ഇതിൻ്റെ സാമ്പത്തിക സോഴ്സുകൾ എങ്ങനെ ഞാൻ കണ്ടെത്തും, അതൊക്കെ എന്നെ വലിയ ഭാരപ്പെടുത്തിയ ചിന്തകളായിരുന്നു. അപ്പോൾ അച്ഛൻ ഒരു സംബന്ധം, ലോറൻസ് തൈകാട്ടിലച്ഛനായിരുന്നു അന്ന് വികാരിയായിരുന്നത്. അച്ഛൻ അന്ന് പറഞ്ഞു, ഞാൻ പള്ളിയിൽ പറയുന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആരുടെ കയ്യിൽ നിന്നും ഒരു പൈസ പോലും വാങ്ങില്ല. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ കൈ നീട്ടിയിട്ട് ഭവനം പണിയാന്ന് പറഞ്ഞാൽ ഒരു വലിയ നാണക്കേട്. എനിക്ക് മാത്രമല്ല, എന്നെ നയിക്കുന്ന തമ്പുരാനത് നാണക്കേടല്ലേ. അപ്പോൾ ഞാനത് ചെയ്യില്ല. കർത്താവിന് ഇഷ്ടമാണെങ്കിൽ അത് പണി നടക്കട്ടെ. അച്ഛൻ പള്ളിയിൽ പറയുന്നതുകൊണ്ട് എനിക്ക് വിരോധമില്ല, പക്ഷെ ഞാൻ ആരുടെ മുമ്പിലും കൈ നീട്ടില്ല എന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, അച്ഛൻ പള്ളിയിൽ ഒരു ഞായറാഴ്ച ദിവസം ഇങ്ങനെ അനൗൺസ് ചെയ്തു, വർഗീസ് വീട് പണി നടത്തുകയാണ്, അതവൻ്റെ പേഴ്സണൽ കാര്യമാണ്, എങ്കിലും നമുക്കൊരു കടമയുണ്ട് എന്ന് പറഞ്ഞ് അച്ഛനത് അവസാനിപ്പിച്ചു. സ്നേഹമുള്ളവരെ, ആ കുർബാന കഴിഞ്ഞാൽ ഉടനെ തന്നെ, അന്നത്തെ കുർബാന കഴിഞ്ഞ് ഉടനെ തന്നെ സങ്കീർത്തിയിൽ വരുമ്പോൾ 2 സൈഡിലെ ഡോറിലും വളരെ പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരുമായുള്ളവരൊക്കെ പൈസയായിട്ട് നിൽക്കുന്നതായിരുന്നു ഞാൻ കണ്ടത്. എനിക്ക് അതിശയം തോന്നി. അധികം പൈസയില്ല, കൊച്ചു കൊച്ചു പൈസകൾ അവരെ സഹായിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നു എന്നുള്ളത് എന്നെ ഏറെ സന്തോഷപ്പെടുത്തി. കാരണം എന്നെ അറിയുന്നവരും സ്നേഹിക്കുന്നവർ ഈ ഇടവയിലുണ്ട് എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് ഏറെ സന്തോഷം തോന്നി. അങ്ങനെ പതുക്കെ അച്ഛൻ പലവിധത്തിലും പലരോടും പറഞ്ഞും അങ്ങനെ സഹായിച്ച് പതുക്കെ വീട് പണി ആരംഭിച്ചു. സ്നേഹമുള്ളവരെ, എൻ്റെ ഒരു കയ്യിൽ പൈസ വരും, ഒരു കയ്യിൽ പൈസ ഞാൻ കൊടുക്കും. അങ്ങനെ പൈസ കയ്യിൽ മാറി മാറി വരുന്ന സാധനങ്ങൾ വരുന്നു, പണിയുന്നു, ഒക്കെ നടക്കുന്നു. ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, ആരോടും ഞാനൊന്നും പറയുന്നില്ല. എല്ലാം ഇങ്ങനെ അതിൻ്റെ വഴിക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഒരു ദിവസം കരിങ്കല്ല് പണി നടന്നുകൊണ്ടിരിക്കുക, തറയുടെ കരിങ്കല്ല് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് കോറി സമരം ഉണ്ടാകുന്നത്. ഈ കോറി സമരത്തിൻ്റെ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് കരിങ്കൽ കോറി നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞു, ചിലപ്പോൾ ഈ കോറി സമരം ഉള്ളതുകൊണ്ട് കരിങ്കല്ല് കെട്ടാൻ പ്രയാസമാവും, അതുകൊണ്ട് നാളെ ഞായറാഴ്ചയാണ്, നാളെയും കൂടി നമുക്ക് ലോഡ് അടിച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള കരിങ്കല്ലുണ്ടാകും, അതുകൊണ്ട് നാളെയും കൂടി നമ്മൾ ലോഡ് അടിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഇല്ല, കാരണം ഞായറാഴ്ച ഞാൻ പരിശുദ്ധമായി ആചരിക്കുന്ന ദിവസമാണ്. വീട്ടിൽ പോലും ഒരു സാധനം ഞായറാഴ്ച ഞാൻ വാങ്ങിക്കാറില്ല, അതുപോലെ സ്ട്രിക്റ്റായിട്ട് നോക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച ഒരു തരത്തിൽ ഞാൻ ജോലി ചെയ്യാറില്ല. അന്ന് പ്രാർത്ഥനയും ബൈബിൾ വായനയായിട്ടാണ് എൻ്റെ ജീവിതം കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഞാൻ ഒരിക്കലും മുന്നോട്ടില്ല. നീ ശനിയാഴ്ച രാത്രി ആണെങ്കിലും നീ ലോഡ് അടിച്ചത് അവസാനിപ്പിച്ചോളം പറഞ്ഞു. സ്നേഹമുള്ളവരെ, അവൻ അന്ന് രാത്രിയാണ് വിളിക്കുന്നത്. ശനിയാഴ്ച രാത്രി വിളിച്ചിട്ട് പറയുകയാണ്, കോറി സമരം മാറ്റിവെച്ചു എന്നുള്ളത്. സ്നേഹമുള്ളവരെ, ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ നമ്മൾ വില കൊടുക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നത് നേരിട്ട് അനുഭവിച്ച ഒരു വലിയ അനുഭവമായിരുന്നു അത്. അങ്ങനെ വീട് പണി ഒരു 90% ഭംഗിയായി പൂർത്തിയാകാനുണ്ടായത്. എന്നാൽ ഫ്രണ്ടിൽ മുൻഭാഗത്ത് കുറച്ച് ഭാഗം കൂടി ടൈലിടാനുണ്ടായിരുന്നു. ഞാൻ കുറച്ച് സമയം അതിനെ എടുത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ ഞാൻ എങ്ങനെ ഇത് ചെയ്യും? ഞാൻ പ്രാർത്ഥനയിലായിരുന്നു. കർത്താവ് ഒന്നും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം അന്ന് കളക്ടറായിരുന്ന ഫ്രാൻസിസ് സാറ്, ഞങ്ങളുടെ ഇടവക്കാരനാണ്, സെയിൻറ്റ് ആൻസ് ഇടവക്കാരനാണ് അദ്ദേഹം ഒരു ദിവസം എനിക്ക് ഫോൺ ചെയ്തു. എന്നിട്ട് ചോദിച്ചു, വർഗീസ്, നിൻ്റെ വീട് പണി കഴിഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരുവിധം കഴിഞ്ഞു, അതിൽ കുറച്ച് ജോലിയും കൂടി, കുറച്ച് ഫ്രണ്ടിൽ കുറച്ച് ടൈലിടാനുണ്ട്, കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ലാവിഷൻ ഇലക്ട്രിക്സ് സാനിറ്ററീസിൽ പോയി നിനക്ക് ആവശ്യമുള്ള, നിനക്ക് ഇഷ്ടപ്പെട്ട ടൈലെടുക്കുക, എന്നിട്ട് നീ അത് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, ഞാൻ ചെന്നു. കാരണം കർത്താവ് പറഞ്ഞിട്ടാണല്ലോ അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള, ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈല് തന്നെയാണ് ഞാൻ എടുത്തത്. അങ്ങനെ ആ പണി അവിടെ അതോടുകൂടി പൂർത്തിയാവണമുണ്ടാവുക. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഈശോ ദിവ്യകാരുണ്യമായി കടന്നു വരുമ്പോഴും നമ്മോട് പറയാനുള്ളത് സ്നേഹിക്കുക എന്ന കൽപ്പന ഒന്ന് മാത്രം. തൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഇദ്ദേഹത്തെ ഈശോ പഠിപ്പിച്ച പാഠവും ഇതുതന്നെയാണ്. എൻ്റെ വീട് റോഡ് സൈഡിലാണ്. അപ്പോൾ റോഡ് സൈഡിൽ തൊട്ടടുത്ത് തന്നെ ഒരു പാലമുണ്ട്. അപ്പോൾ ചിലർ ഈ പാലത്തിൻ്റെ അടുത്ത കൊണ്ടാണ് അവരുടെ വേസ്റ്റ് കൊണ്ടിടുന്നത്. അപ്പോൾ ചിലപ്പോൾ മീനിൻ്റെ വേസ്റ്റോ അങ്ങനെ മറ്റെന്തെങ്കിലും വേസ്റ്റുകൾ. ഇത് 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്മെല്ലാണ്.
ഞങ്ങൾക്ക് പിന്നെ വീട്ടിലിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ദുർഗന്ധമാണ്. ഇത് ഭയങ്കര അസഹനീയമാണ്. അപ്പോൾ പലപ്പോഴും ഇതിങ്ങനെ സംഭവിക്കുന്നു. ഈ വ്യക്തികൾ ആരാണത് കൊണ്ടിടുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഒരു ദിവസം ഞാനിങ്ങനെ വീടിന് മുൻപിൽ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷയിൽ ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹം ഈ വേസ്റ്റ് ഇടലും വണ്ടിയെടുത്ത് ഉടനെ തന്നെ വണ്ടിയെടുത്ത് പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ കൈ കൊട്ടി വിളിച്ചൊക്കെ നോക്കി, പക്ഷേ ഇദ്ദേഹം നിർത്തിയില്ല, വേഗം തന്നെ ഓട്ടോ ഓടിച്ചു കൊണ്ടുപോയി. അപ്പോൾ മനസ്സിനാകെ പ്രയാസം. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇത് സംഭവിച്ചെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെ ഈ ദുർഗന്ധം സഹിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്താണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമുക്കാണെങ്കിൽ അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല, നമ്മളാണല്ലോ സഹിക്കുന്നത് മുഴുവൻ. മനസ്സിൽ ഭയങ്കര പ്രയാസം. ഇത് എന്തൊരു കഷ്ടമാണ് ചെയ്തതെന്നൊക്കെ അങ്ങനെ വലിയ പ്രയാസത്തിൽ അങ്ങനെ ആ രാത്രി ഞാൻ കഴിച്ചു കൂട്ടി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ പള്ളിയിലേക്ക് പോകാനായിട്ട് എണീറ്റപ്പോൾ ഞാൻ വണ്ടി എടുക്കാൻ നോക്കിയപ്പോൾ ഈ വണ്ടി റോട്ടിലേക്ക് കടന്ന ഭാഗത്ത് ചെറിയൊരു സ്ലാബ് ഇട്ടിട്ടുണ്ട് വീടിൻ്റെ മുൻപിൽ തന്നെ. ഈ സ്ലാബിൻ്റെ മുകളിലായിട്ട് വേസ്റ്റ് പ്ലാസ്റ്റിക് കൂടിൽ തുറന്ന് വെച്ചിരിക്കുകയാണ്. അതിൽ മീനിൻ്റെ വേസ്റ്റ് ഉണ്ട്, അതുപോലെ ഇറച്ചിയുടെ കോഴിയുടെ വേസ്റ്റ് ഉണ്ട്, ഇതൊക്കെ തുറന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത. ഞാനൊരു തുണി എടുത്ത് കൂട്ടി പിടിച്ച് ഞാൻ അത് സൈഡിലേക്ക് മാറ്റിയിട്ട് ഞാൻ പള്ളിയിലേക്ക് പോയി. തിരിച്ചു വന്നിട്ട് ഭയങ്കര പ്രയാസമായി. എന്തൊരു കഷ്ടമാണത്, ഇതുപോലെ ചെയ്യുന്നത്, ഭയങ്കര വിഷമമുണ്ടാക്കുന്ന സംഭവം. ഇതെന്ത് ചെയ്യും കർത്താവേ എന്നൊക്കെ അങ്ങനെ ഉള്ളിൽ ചിന്തിച്ചു. ഞാൻ വേഗം നിത്യാരാധന കേന്ദ്രത്തിലേക്ക് പോയി, ബസ്സിലേക്കല്ല പുത്തൻപള്ളിയിൽ. അവിടെ പോയി കുറച്ച് നേരം കുത്തിയിരുന്നു. കുറേ നേരം ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ സ്വസ്ഥമായിട്ടിരുന്നു, ശാന്തമായിരുന്നു. അപ്പോഴാണ് കർത്താവ് എന്നോട് ഒരു കാര്യം പറഞ്ഞത്. നീ ആ മകന് വേണ്ടി നീ പ്രാർത്ഥിച്ചോ എന്ന് എന്നോട് ചോദിച്ചു. സത്യത്തിൽ ഞാൻ പ്രാർത്ഥിക്കാതെ മറിച്ച് അദ്ദേഹത്തിന് ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ഞാൻ ന്യായീകരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ചോദ്യം ഈശോ എന്നോട് ചോദിച്ചപ്പോൾ ശരിയാണല്ലോ കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ആ മനുഷ്യന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആ കുടുംബത്തിന് വേണ്ടിയിട്ട്. ഈശോ അത് എടുത്തെടുത്ത് ചോദിക്കുക ദിവ്യകാരുണ്യത്തിൽ നിന്ന്. നീ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചോ, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ, ആ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? അപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവേ ഇല്ല, ഞാൻ പ്രാർത്ഥിച്ചില്ല കർത്താവേ. എന്നാൽ നീ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് അദ്ദേഹത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഞാൻ കുറേ നേരം പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അതിനുശേഷം ഇന്നേ വരെ ഒരാൾ പോലും വേസ്റ്റ് ഇട്ടിട്ടില്ല. ദിവ്യകാരുണ്യനാഥൻ്റെ ആ കൃത്യമായിട്ടുള്ള ആ ഉത്തരം അതെന്നെ ഏറെ ചിന്തിപ്പിച്ചു. എന്നിട്ട് ഈശോ വീണ്ടും ആ ദിവ്യകാരുണ്യത്തിൽ നിന്ന് സംസാരിക്കുക. ഒരു വ്യക്തി നിന്നോട് എതിർക്കുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, ആ വ്യക്തിയുടെ നീ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളത്. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. ആരാണ് നിന്നോട് എതിരിടാൻ വരുന്നത്, അപ്പോൾ നീ മനസ്സിലാക്കുക ആ വ്യക്തിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമെന്ന്. എനിക്ക് പുതിയ ബോധ്യങ്ങൾ ഈശോ ദിവ്യകാരുണ്യനാഥൻ എനിക്ക് നൽകുകയുണ്ടായി. അതിന് പുതിയ അറിവിലേക്കും വലിയ ചിന്തകളിലേക്കും നയിച്ചു. അതുകൊണ്ടായില്ല ഈശോ പറഞ്ഞത് നിങ്ങൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ശത്രുക്കൾ ആരുമില്ല. കാരണം എന്നെ എതിരിടുന്നവരെ അല്ലെങ്കിൽ എനിക്കെതിരെ സംസാരിക്കുന്നവരെ പറയുന്നത് ശരിക്ക് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ എനിക്ക് ശത്രുക്കളില്ല, എല്ലാവരും മിത്രങ്ങളാണ്. ഈ ഒരു പുതിയ ബോധ്യത്തിലേക്ക് ഈശോ എന്നെ നയിച്ചു. ഈശോയിൽ ആശ്രയിക്കുന്ന ജീവിതങ്ങൾക്ക് വേദനകൾ നിസാരമാണ്. കഷ്ടപ്പാടുകളിലും കണ്ണുനീരിലും സാന്ത്വനം നൽകാൻ ദിവ്യകാരുണ്യനാഥൻ അടുത്തുണ്ട് എന്ന് ഇദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 2003 ജൂൺ മാസം ഭാര്യയും മൂത്ത മകളും കൂടി ആൽബിയും കൂടി ദേവാലയത്തിൽ വരുന്ന സമയം. അപ്പോൾ പോരുന്നപ്പോൾ വഴിക്ക് ഒരു കാറ് അവിടെ നേരെ വന്ന് ഇടിക്കുകയുണ്ടായി. കാർ ഓടിച്ച് പഠിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ നേരെ വന്ന് കാർ തെറ്റി വന്ന് നേരെ വന്ന് അവരിടിച്ചു. 2 പേരും മറിഞ്ഞു വീണു. 2 പേർക്കും ബോധമുണ്ടായില്ല. അങ്ങനെ 2 പേരെയും വാരി നാട്ടുകാർ വേഗം വെസ്റ്റ് പോർട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഞാൻ പള്ളിയിൽ കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ ഓടി വന്ന് അടുത്തുള്ള ഒരാൾ ഓടി വന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഭാര്യയ്ക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, ഓർമ്മയൊന്നും ഇല്ല, ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ എത്രയും വേഗം എത്തിച്ചിട്ടുണ്ട്, വേഗം വായോ എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ വേഗം അച്ഛനോട് പറഞ്ഞു. അങ്ങനെ അച്ഛൻ വേഗം പൊക്കിയോളം പറഞ്ഞു. അങ്ങനെ വേഗം ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ കാഷ്വാലിറ്റിയിൽ ആളെ കിടത്തിയിട്ടുണ്ട്. മുഖത്ത് മുഴുവൻ ചോരയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഓർമ്മ വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു എന്താണ് ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾക്ക് തലയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, എന്താ ഉണ്ടായേ, ആരാണ്, എന്താണെന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി എന്തോ തലയ്ക്ക് കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടാകുന്നു. എനിക്ക് ആകെ വിഷമമായി. ഞാൻ അവിടെ നിന്ന് ഡോക്ടറെ പുറത്തിരിക്കാൻ പറഞ്ഞു.
എൻ്റെ പുറത്തിരുന്നിട്ട് പറഞ്ഞു ഒരു 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാനാവില്ല, അതാണ് ഇപ്പോൾ സ്ഥിതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സ്കാൻ ചെയ്യുക, എക്സ്റേ എടുക്കുക, സ്കാൻ ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്തോളൂ ഡോക്ടറെ എന്ന് പറഞ്ഞു. ഞാൻ വേഗം പുത്തമ്പള്ളിയിലേക്ക് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഓടി. അവിടെ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ എന്ത് ചെയ്യും, ശാരീരികവും മാനസികവുമായിട്ട് ഞാൻ ഈ അവസ്ഥ തളർന്നവനാണ്, ഈശോയെ ഞാൻ എന്താ ചെയ്യുക കർത്താവേ. അങ്ങനെ പ്രാർത്ഥിച്ച് കുറേ നേരം ഇരുന്നപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, മോനെ നീ ഭയപ്പെടേണ്ട, അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, നീ ഭയപ്പെടേണ്ട, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒരു ശക്തി വന്നതിൽ പതിച്ച പോലെ എനിക്ക് അനുഭവപ്പെട്ടു, നീ ഒന്നും ഭയപ്പെടേണ്ട, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, നിൻ്റെ ഭാര്യയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഉണ്ണിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഞാൻ സമാധാനമായി ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു, ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു താൻ ഭാഗ്യമുള്ളവനാണ്, കാരണം തൻ്റെ ഭാര്യയ്ക്ക് ആ പുറത്ത് കാണുന്ന അവിടെ എവിടെയും കോറിയിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. വലിയ സന്തോഷം തോന്നി. കർത്താവിന് ഓടിച്ചെന്ന് ഞാൻ നന്ദി പറഞ്ഞു ദിവ്യകാരുണ്യനാഥനെ. അത്രമാത്രം സ്നേഹിച്ചിരുന്ന ഈശോയെ ഞാൻ വീണ്ടും വീണ്ടും കൂടുതൽ അടുത്തറിയുകയായിരുന്നു. അതുപോലെ തന്നെ 1 വയസ്സുള്ളപ്പോൾ എൻ്റെ മൂത്ത ഉണ്ണിക്ക് തന്നെ കലശലായി ഭയങ്കര ശക്തമായിട്ടുള്ള പനി. ഈ പനി ഞങ്ങൾ വെള്ളം തൊട്ട് തുടയ്ക്കുന്നുണ്ട്, ഗുളിക കൊടുക്കുന്നുണ്ട്, മരുന്ന് ഒക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ പനി കുറയുന്നില്ല. അത് ഞങ്ങൾ രണ്ടാളും രാത്രി 2 മണി 3 മണി സമയമായിട്ടുണ്ടാവും പുലർച്ചെ. ഞങ്ങൾ രണ്ടാളും മുട്ടുമുകുത്തി കൈ വിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ പനിയൊന്ന് ശാന്തമായി ഒന്ന് കുറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പള്ളിയിൽ പോട്ടെ, സമയമായി എന്ന് പറഞ്ഞ് ഭാര്യയെ ആശ്വസിപ്പിച്ചിട്ട് ഞാൻ പള്ളിയിലേക്ക് പോയി. ദേവാലയത്തിൽ പോയി കുർബാന ആരംഭിച്ചു. അങ്ങനെ കുർബാന കഴിഞ്ഞു. അപ്പോൾ ആ സമയത്താണ് പെട്ടെന്ന് എന്നോട് വന്ന് പറയുന്നത്, നിൻ്റെ ഭാര്യ കുട്ടീനും കൊണ്ട് വന്നിട്ടുണ്ട്, ജീപ്പിൽ വന്നിട്ടുണ്ട്, കുട്ടിക്ക് സീരിയസ് ആണെന്ന് തോന്നുന്നു, കുട്ടി മിണ്ടുന്നില്ല, കുട്ടി നീല കളറായി എന്ന് പറഞ്ഞു. ഞാൻ വേഗം തന്നെ അച്ഛനോട് പറഞ്ഞു വേഗം ഞാൻ വണ്ടി യാത്ര ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ വന്ന് വേഗം അഡ്മിറ്റായി. ഡോക്ടർ നോക്കി പറഞ്ഞു, പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു ചെറിയ ഫിക്സിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ കാട്ടിയിട്ടുള്ളത്, അത്ര വലിയ ഗൗരവമില്ല, കുഴപ്പമില്ല, സാരില്ല, നിങ്ങൾ പുറത്തിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ കുട്ടിയെ ട്രീറ്റ് ചെയ്തു, പനിയെല്ലാം ശാന്തമായി, ഇഞ്ചക്ഷൻ കൊടുത്തു. അങ്ങനെ പനി ശാന്തമായി. അങ്ങനെ കുട്ടിയെ വീണ്ടും ഡോക്ടറെ വിളിപ്പിച്ച് പറഞ്ഞു, എന്നെ വിളിച്ച് പറഞ്ഞു ഇപ്പോൾ നോർമലാണ്, കുഴപ്പമില്ല, പക്ഷേ ഇനി പനി വരാതിരിക്കാൻ ഒരു 5 വയസ്സേരെങ്കിലും പനി വരാതിരിക്കാൻ നോക്കണമെന്ന് പറഞ്ഞു. സ്നേഹമുള്ളവർ 10-20 വയസ്സായി ഇപ്പോൾ അവൾക്ക്, യാതൊരു കുഴപ്പമില്ല, ഫിക്സ് വരെ ഒന്നും ഉണ്ടായിട്ടില്ല. അവൾ വളരെ ആരോഗ്യവതിയായിട്ട് അവൾ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് കപ്പ്യാരിമാർക്ക് എല്ലാ വർഷവും ധ്യാനമുണ്ട്. രൂപതയുടെ നിർദ്ദേശമാണ് എല്ലാ വർഷവും ധ്യാനിപ്പിക്കണം എന്നുള്ളത്. അതുകൊണ്ട് എനിക്കും അതുപോലെ ധ്യാനിക്കാനായിട്ടുള്ള ഒരവസരം ഉണ്ടായി. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തത് IMSലാണ്, ആലപ്പുഴ IMS ധ്യാന കേന്ദ്രത്തിലാണ് എനിക്ക് പോകാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഞാൻ പോയി, അവിടെ പോയി ധ്യാനിച്ചു. അപ്പോൾ ആ ദിവസങ്ങളിൽ അവിടെ ദിവ്യകാരുണ്യ കൗൺസിലിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ദിവ്യകാരുണ്യ കൗൺസിലിംഗ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ ദിവ്യകാരുണ്യ കൗൺസിലിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ചാപ്പലിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഒരു ബ്രദർ അവിടെയുണ്ട്. അപ്പോൾ അത് എന്നോട് പറഞ്ഞു, യേശുവിനോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ യേശുവിനോട് പറയാൻ ഓരോന്ന് ഞാൻ എടുത്തു പറയാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഭാര്യയ്ക്ക് എല്ലാ ജോയിൻറ്റിലും പെയിൻ ഉണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ അത് കൂടുതലായി വരും. അപ്പോൾ അത് അങ്ങനെ കൂടുമ്പോൾ അവൾ വല്ല പ്രയാസപ്പെടും. അങ്ങനെ കിഴി പിടിക്കണം, അങ്ങനെ മലയാളം മരുന്നുകൾ പലതും ചെയ്യണം, അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. മാത്രമല്ല പൈസയുടെ ചിലവും. അപ്പോൾ ഞാൻ ഈശോ ഇതെൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമത്തിൽ പലപ്പോഴും വിഷമം ഉണ്ടാവാറുണ്ട്. വീട്ടിൽ ജോലിക്ക് വരെ ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ധ്യാന സമയത്ത് ഇതെൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എത്രയോ വേദന അവൾ സഹിക്കുന്നു, അവൾ അടുക്കളയിലും മറ്റും ജോലി ചെയ്യേണ്ടവളല്ലേ, അപ്പോൾ അതുകൊണ്ട് കർത്താവ് അവൾക്കൊരു സൗഖ്യം നൽകണം നീ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇത് കുറച്ച് വേദനയോടെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് എന്നോട് ദിവ്യകാരുണ്യത്തിൽ നിന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രൂപപ്പെടുത്തി എനിക്കാണോ നിൻ്റെ ഭാര്യയുടെ അസുഖം മാറ്റാനായിട്ടുള്ള ബുദ്ധിമുട്ട്? വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ എന്നോട് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എനിക്കാണോ നിൻ്റെ ഭാര്യയുടെ അസുഖം മാറ്റാൻ ബുദ്ധിമുട്ട്? സ്നേഹമുള്ളവരെ, ആ ധ്യാനം കഴിഞ്ഞ് വന്നതിന് ശേഷം ഭാര്യയുടെ അസുഖങ്ങൾ കുറയാൻ തുടങ്ങി. അപ്പോൾ അവൾ എല്ലാ ജോലികളും എടുക്കുന്നത്, പ്രത്യേകിച്ച് മരുന്നൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല, എല്ലാ ജോലികളും അവിടെ സന്തോഷത്തോടുകൂടെ വീട്ടിൽ ചെയ്യുന്നു. ദൈവം നമ്മോട് കൂടെ. 2015 എനിക്ക് 3ാമതൊരു ഉണ്ണി കൂടി ഉണ്ടാകുന്ന സന്തോഷകരമായ വാർത്ത ഞങ്ങൾ അറിയുന്നത്.
ഈ 2015 മൂന്നാമത്തെ ഒരു ഉണ്ണി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സത്യത്തിൽ സന്തോഷമുണ്ട്. അതേസമയം ഒരു ലജ്ജ എൻ്റെ ഭാര്യയ്ക്കുണ്ടായി. കാരണം ഏകദേശം 40 വയസ്സിനടുത്ത് ആണ് അവൾ ഗർഭിണിയാകുന്നത്. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ക്രിട്ടിക്കലാണ് ഈ സമയം. കാരണം 35 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉണ്ണി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് സ്വാഭാവികം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. മരുന്നുകളൊക്കെ കുറിച്ച്